കേരള യൂണിവേഴ്സിറ്റി 6th സെം ബികോമിന് പഠിക്കാനുള്ള ഓഡിറ്റിംഗ് എന്ന തിയറി പേപ്പറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മൊഡ്യൂൾ വൈസാണ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓഡിറ്റിങ്, അതുപോലെ തന്നെ ഓഡിറ്റർ, ഇതിൻ്റെയൊക്കെ മീനിങ്. ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ അക്കൗണ്ട്സൊക്കെ കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് തന്നെയാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ആ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള വ്യൂ തന്നെയാണോ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റർ എന്ന ഒരു വ്യക്തി, അയാൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, അയാളാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ, ഇൻട്രഡക്ഷൻ എന്ന ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കൂടുതലും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. 15 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്നതെല്ലാം റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്ന ടോപ്പിക്സ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു തവണയെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഇനി ചോദിക്കത്തില്ല അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഇനിയും വരും എന്ന് നമുക്ക് 100% ഷുവർ പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ഈ റെഡ് മാർക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്നൊരു ചോദ്യം വരാം. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ്സ് 2 ടൈപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൈമറി അതുപോലെ തന്നെ സെക്കൻഡറി. സെക്കൻഡറിയുടെ വേറൊരു പേരാണ് ഇൻസിഡൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു തവണ എന്താണ് ഈ ഇൻസിഡൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് ഒരു തവണ 2 തവണക്കുള്ളിൽ ചോദിച്ചിട്ടുണ്ട് ഇൻസിഡൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത്. അപ്പം ഇതിനകത്ത്, അതായത് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സിൻ്റെ അകത്ത് വരുന്നതാണ് നമുക്ക്, അതായത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ എററും ഫ്രോഡും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, 2 ടൈപ്പ് എററാണ് നമുക്കുള്ളത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും ക്ലറിക്കൽ എറേഴ്സും. അപ്പോൾ ഈ ക്ലറിക്കൽ എറേഴ്സ് പിന്നെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഉണ്ട്. എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, പിന്നെ എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോൾ ഈ 4 എണ്ണവും ക്ലറിക്കൽ എറേഴ്സിൻ്റെ സബ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ 4 രീതികളിൽ ഇപ്പോൾ ഒരു ക്ലർക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്ന വഴി ഈ 4 എറേഴ്സ് സംഭവിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ചിലപ്പോൾ ഇതിനും 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. അപ്പോൾ ഈ എറേഴ്സ് ഓഫ് ഒമിഷനും കോമ്പൻസേറ്റിംഗ് എററും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മേ ബി 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇതും കൂടി നിങ്ങൾ കവർ ചെയ്യാം. പിന്നെ വന്നിട്ട് ആൻഡ് ഓഡിറ്റർ ഈസ് ഒൺലി എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓഡിറ്ററിനെ ഒരു കമ്പനിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുമ്പം അയാളുടെ ക്ലയൻറ്റ് ആരാണോ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അയാളോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു വാച്ച് ഡോഗിൻ്റെ ഡ്യൂട്ടി എന്താ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു വാച്ച് ഡോഗിനെ വെക്കുമ്പം കള്ളന്മാർ വരുമ്പം കുരയ്ക്കുക, അല്ല അതല്ലേ വാച്ച് ഡോഗ് ചെയ്യുന്നത്. പക്ഷേ ഒരു ജെയിംസ് ബോണ്ട് പോലെ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് പോലെ അയാൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്നതൊക്കെ ഒരു സസ്പീഷ്യസ് മൈൻഡോട് കൂടി ഓഡിറ്റിംഗ് വർക്ക് ചെയ്യേണ്ട കാര്യം ആർക്കില്ല, ഒരു ഓഡിറ്റർക്കില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ക്ലയൻറ്റിൻ്റെ അടുക്ക റിപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഓഡിറ്റർ. അതുകൊണ്ടാണ് പറയുന്നത് ആൻ ഓഡിറ്റർ ഈസ് ഒൺലി എ വാച്ച് ഡോഗ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വാച്ച് ഡോഗ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം, അത് നമ്മുടെ ക്ലയൻറ്റിനെ അറിയിക്കുക. പിന്നെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഡിറ്റിങ്ങിനകത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണെന്നൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. അടുത്തത് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഓഡിറ്റ്. അത് എല്ലാ ടൈപ്സും നിങ്ങൾ 15 മാർക്സിന് അങ്ങനെ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒരു ടൈപ്പ്, ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇൻ്റേണൽ ഓഡിറ്റ്, അതിൻ്റെയൊക്കെ 1 മാർക്കിന് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പം ജസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കൂടെ നോക്കി വെക്കുക. കാരണം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇൻ്റേണൽ ഓഡിറ്റും ഇൻ്ററിം ഓഡിറ്റിൻ്റെ ഡിഫറൻസസ് ചോദിച്ചിട്ടുള്ളതാണ്. കണ്ടിന്യൂസ് ഓഡിറ്റും അതുപോലെ തന്നെ ഫൈനൽ ഓഡിറ്റിന് ഒരുപാട് വേറെ മീനിങ്സ് ഉണ്ട്. കംപ്ലീറ്റ് ഓഡിറ്റ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസസ് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ കണ്ടിന്യൂസ് ഓഡിറ്റും അതിൻ്റെ അഡ്വാൻറ്റേജസും, പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്,
പിന്നെ ഗവൺമെൻറ് ഓഡിറ്റും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഈ ഗവൺമെൻറ് ഓഡിറ്റ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അത് മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. രണ്ട് മൂന്ന് തവണ അത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പെർഫോമൻസ് ഓഡിറ്റ്. അടുത്തത് സെക്കൻഡ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്, അതും ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓഡിറ്റ് പ്രൊസീജിയർ, അതിൻ്റെ അകത്ത് വരുന്നതാണ് സ്പെഷ്യൽ ടിക്സ്, റുട്ടീൻ ചെക്കിംഗ്, ടെസ്റ്റ് ചെക്കിംഗ്, സർപ്രൈസ് ചെക്ക്, പിന്നെ ഓഡിറ്റിംഗ് ഡെപ്ത്. അപ്പോൾ ഇത്രയും കേസസിനകത്ത് നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ വൈൽ യൂസിങ് ടിക്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ ടിക്സ് വഴി നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അതൊരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ റുട്ടീൻ ചെക്കിങ്ങിൻ്റെയും ടെസ്റ്റ് ചെക്കിൻ്റെയും ഡിഫറൻസസ് 2-3 തവണ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഓഡിറ്റിംഗ് ഡെപ്ത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്തത് ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, അതും ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓഡിറ്റ് ഫയൽസ്, ടൈപ്സ്, ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് മാനുവൽ, ഓഡിറ്റ് മെമ്മോറണ്ടം, പിന്നെ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് കമ്പോണൻസ്, ഇൻറ്റേർണൽ ചെക്ക്, അഡ്വാൻറ്റേജസ്. പിന്നെ ഇൻറ്റേർണൽ ചെക്കും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെയും ഡിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ ഇത് 15 മാർക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ കുറച്ച് പോയിൻറ്റ്സേ ഉണ്ടെങ്കിലും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കുറച്ചും കൂടെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് വെക്കുക. അടുത്തത് ഇൻറ്റേർണൽ ചെക്ക് ആസ് റിഗാർഡ്സ് ഡിഫറെൻ്റ് ഐറ്റംസ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഹെഡ് എന്നാണ്. ഇതിനകത്ത് ഇൻറ്റേർണൽ ചെക്ക് ആസ് റിഗാർഡ്സ് ക്യാഷ് ട്രാൻസാക്ഷൻസ്, ആസ് റിഗാർഡ് പർച്ചേസസ്, ആസ് റിഗാർഡ് സെയിൽസ്, അങ്ങനെ നമുക്ക് 5 ഹെഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 5 ഹെഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം 15 മാർക്സിന് അവർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. 15 മാർക്സിനാണ് ഓരോന്നും എടുത്ത് ചോദിക്കാറുള്ളത്. അപ്പം അതും കൂടെ നിങ്ങൾ ഓർത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അടുത്തത് മൊഡ്യൂൾ 3 വൗച്ചിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്, ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വൗച്ചർ, വൗച്ചിങ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്. അപ്പം ഈ ഒരു വൗച്ചിങ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ശ്രദ്ധിക്കുമ്പം ക്യാഷ് ട്രാൻസാക്ഷൻ, ബാങ്ക് ട്രാൻസാക്ഷൻ, ട്രേഡിംഗ് ട്രാൻസാക്ഷൻ, പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ ലെഡ്ജേഴ്സ്, ഇതൊക്കെ വൗച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഹെഡ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്, ഏതെങ്കിലും ഒരു ഹെഡ് വന്നിട്ട് ഇതെങ്ങനെയാണ് വൗച്ചിങ് ചെയ്യാമെന്നാണ് അവർ ചോദിക്കാറുള്ളത്. അപ്പം 4 മാർക്കിന് ഇത് ഏതെങ്കിലും ഒരു ഹെഡ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടിജൻറ്റ് ലയബിലിറ്റീസ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ കണ്ടിജൻറ്റ് അസറ്റ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ വേരിഫിക്കേഷൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ വൗച്ചിങ്ങും വേരിഫിക്കേഷൻ്റെയും ഡിഫറൻസ്. പിന്നെ വേസ്റ്റിംഗ് അസറ്റ്സ് എന്താണ്, ഫിറ്റീഷ്യസ് അസറ്റ്സ് എന്താണ്, വാല്യുവേഷൻ്റെയും വേരിഫിക്കേഷൻ്റെയും ഡിഫറൻസസ്. പിന്നെ വേരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഈ ഒരു ഹെഡിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി തന്നിട്ട് ഇത് എങ്ങനെയാണ് വേരിഫിക്കേഷൻ ആൻഡ് വാലിഫിക്കേഷൻ ഒരു ഓഡിറ്റർ ചെയ്യുന്നതെന്നായിരിക്കും അവർ ചോദിക്കുക. ഒന്നെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന്, അങ്ങനെയാണ് പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഫിഫോ ലിഫോ മെത്തേഡ്, അതിൻ്റെ മീനിങ്. പിന്നെ ആൻ ഓഡിറ്റർ ഈസ് നോട്ട് എ വാല്യൂർ, ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അസറ്റ്സ് ആണെങ്കിലും ലയബിലിറ്റീസ് ആണെങ്കിലും കറക്റ്റായിട്ടാണ് വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെരിഫൈ ചെയ്യാനാണ് ഓഡിറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അയാളുടെ ഒരു ഡ്യൂട്ടിയാണ്. അതല്ലാണ്ട് അത് വാല്യൂ ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല, ഓഡിറ്റർക്കില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുന്നതാണ്, റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മൊഡ്യൂൾ 4. ഇപ്പോൾ ഓഡിറ്റിംഗ് എന്ന ഈ ഒരു പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, കൂടുതൽ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ഒഴിവാക്കാതിരിക്കുക, ഇത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും ചോദിക്കുക. അതെന്തായാലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കുക. പിന്നെ സ്റ്റാറ്റസ് ഓഫ് ആൻ ഓഡിറ്റർ, അതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. റിമൂവൽ ഓഫ് ആൻ ഓഡിറ്റർ, റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ ഈ റെഡ് മാർക്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം, അതൊരിക്കലും വിട്ടുപോകരുത്.
പിന്നെ ഡ്യൂട്ടീസ്, പിന്നെ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ ടൈപ്സ്, നെഗറ്റീവ് റിപ്പോർട്ട് എന്താണ്, പീസ് മീൽ റിപ്പോർട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പം അതിനകത്ത് വരുന്നതാണ് ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ്, ലയബിലിറ്റി ഓഫ് മിസ്ഫീസൻസ്, പിന്നെ ക്രിമിനൽ ലയബിലിറ്റീസിൻ്റെ കേസസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൊഡ്യൂൾ 4 പഠിച്ചു വെക്കാം. അടുത്തത് മൊഡ്യൂൾ 5 ഒരു ചെറിയ ഒരു മൊഡ്യൂളാണ്. അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിങ്ങിൻ്റെയും ഡിഫറൻസസ് എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ 2 ടൈപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓൺ അക്വിസിഷൻ ഓഫ് റണ്ണിങ് ബിസിനസ്, വെൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ടൈപ്പ് അല്ലെ ഓൺ അക്വിസിഷൻ ഓഫ് റണ്ണിങ് ബിസിനസ് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്, അത് ഒരു 15 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ വെൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്, അതും ഒരു 15 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടും റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് നിങ്ങൾ കവർ ചെയ്യുക. അടുത്തത് പഠിക്കേണ്ടതായിട്ട് ലാപ്പിംഗ് ഓർ ടീവിങ് ആൻഡ് ലീഡിങ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഡാണ്. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ പൈസ എടുത്തിട്ട് മറക്കുക, എന്തെങ്കിലുമൊക്കെ തിരിമറി നടത്തിയിട്ട് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്യുന്നതിനാണ് പറയുന്നത് ടീവിങ് ആൻഡ് ലീഡിങ് എന്ന്. ഇതൊരു ഫ്രോഡ് തന്നെയാണ്. ഇപ്പം പേഴ്സണൽ ആവശ്യങ്ങൾക്ക് തിരിമറി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിങ്ങിന് അത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫ്രോഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടാണ്. ഇതും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻറ്റൻഷ്യലി എന്തെങ്കിലും ഫ്രോഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടോ, ഒന്നെങ്കിൽ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാനായിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ച് കാണിക്കാനായിരിക്കും. പ്രോഫിറ്റ് കൂട്ടി കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാത്ത പ്രോഫിറ്റ് കൂട്ടി കാണിച്ചിട്ട് കമ്മീഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പ്രോഫിറ്റ് കൂട്ടി കാണിക്കാറുണ്ട്. പിന്നെ കുറയ്ക്കുന്നത് ടാക്സ് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും നെറ്റ് പ്രോഫിറ്റ് കുറച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു ഫ്രോഡിനെയാണ് എന്ത് പറയുന്നത്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്. നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതൊരു തിയറി പേപ്പറാണ്, എക്സാമിൻ്റെ തലേന്ന് പഠിക്കാമെന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ബുക്കിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ചെയ്തെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എക്സാംസിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്.